പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അനുഗ്രഹിക്കപ്പെടുന്നവരെ, നമ്മൾ വായിച്ച് കേൾക്കുന്ന സുവിശേഷം നമ്മുടെ കർത്താവ് യേശു മിശിഹ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ഞായറാഴ്ചയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ഗാനം ഇപ്രകാരം നമ്മളിങ്ങനെ കേൾക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തമ്പുരാൻ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. വചനം ഇങ്ങനെ വായിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് ആരുടെയെന്ന് ചോദിച്ചാൽ തളർവാദ രോഗിയുടെയും കൊണ്ടുവന്ന 4 പേരുടെയും. കാരണം തളർവാദ രോഗി ഒരു പക്ഷേ തൻ്റെ ചുറ്റുമുള്ളവരോട്, സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ട് കാണും, കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക എന്നൊരു പക്ഷേ ആവശ്യപ്പെട്ട് കാണും. ആവശ്യപ്പെട്ടെങ്കിൽ തന്നെ കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് കൂടെയുള്ളവർക്കുണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ചോദ്യം ഇതാണ്: യേശു തമ്പുരാൻ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി നമ്മൾ തളർവാദം ഉണ്ടാക്കുന്നവരോ സുഖപ്പെടുത്തുന്നവരോ? ഈ വലിയ നോമ്പിൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ ചോദ്യം ഇതാണ്: നമ്മൾ ചുറ്റുമുള്ളവർക്ക് തളർവാദം ഉണ്ടാക്കുന്നവരോ സുഖപ്പെടുത്തുന്നവരോ? യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ഇത് ഇപ്രകാരം വായിക്കുന്നു. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടുക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് അവൻ തളർവാദം ഉണ്ടാക്കുന്നവനല്ല, തളർവാദത്തെ സുഖപ്പെടുത്തുന്നവനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ ഗിദെയോനെ പറ്റി വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത, അവൻ സുഖപ്പെടുത്തുന്നവനാണ്. തളർന്നവനെ വീണ്ടും തളർത്തുന്നവനല്ല, തളർന്നവനെ ഉയർത്തുന്നവനാണ് കർത്താവ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നമ്മൾ ഗിദെയോനെ പറ്റി ഇങ്ങനെ വായിക്കും. ഇത് വായിക്കുമ്പോൾ വളരെ തമാശയായിട്ടാണ് തോന്നുക. ഇങ്ങനെ വായിക്കുന്നുണ്ട്: യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അതായത് ഇസ്രായേൽ ജനം കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് ഒരു 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മിദ്യാൻകാരെ പേടിച്ച് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അതായത് വളരെ പേടിച്ചിരണ്ടിരുന്ന ഗിദെയോൻ്റെ അടുത്ത് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അവനെ വിളിക്കുന്നത് ഭയങ്കര കോമഡിയായിട്ടാണ്: ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ ചോദിച്ചു, കർത്താവ് കോമഡി അടിക്കുവാണോ, കളിയാക്കുവാണോ? കാരണം മിദ്യാൻകാരെ പേടിച്ച് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരുന്ന ഗിദെയോനെ കണ്ട് കർത്താവിൻ്റെ ദൂതൻ വിളിക്കുവാണ് ശക്തനും ധീരനുമായ മനുഷ്യൻ. അതെ പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൽ നമ്മൾ ഈ ഒരു വചനഭാവം ധ്യാനിക്കുമ്പോൾ നമ്മളോട് വചനം ആവശ്യപ്പെടുന്നത് നമ്മൾ തളർവാദം ഉണ്ടാക്കുന്നവരാണോ അതോ തളർവാദത്തെ സുഖപ്പെടുത്തുന്നവരാണോ? ദൈവം എപ്പോഴും തൻ്റെ ചുറ്റുമുള്ളവരോട് വളർത്തുന്ന വാക്കുകളാണ് പറയുക. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ചുറ്റുമുള്ളവരെ വളർത്തുന്ന വാക്കുകളാണ് പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നഥാനിയേൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കും: നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് കർത്താവ് പറഞ്ഞു,
ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അവൻ്റെ കുറവുകളെ പറ്റിയല്ല കർത്താവ് പറഞ്ഞത്, ആ ഒരൊറ്റ സംസാരത്തിൽ കർത്താവ് അവനെ നേടി എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്, നമ്മൾ തളർവാദം ഉണ്ടാക്കുന്നവരോ തളർവാദത്തെ സുഖപ്പെടുത്തുന്നവരോ? വാക്ക് വളരെ പവർഫുള്ളാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ നമ്മൾ എഴുതി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുവാണ്, സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടല്ല ക്യാൻസർ ഉണ്ടാകുന്നത്, അത് ജീനിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കും. കാരണം പറയുന്നത് ഒരച്ഛനാണ്. അച്ഛൻ പറയുന്നതുകൊണ്ട് തന്നെ കുറേ ആളുകളെങ്കിലും വിശ്വസിക്കും. പ്രിയമുള്ളവരെ, വാക്കിന് വളരെ ശക്തിയുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരെ വാക്കുകൾ കൊണ്ട് വളർത്തുവാനുള്ള ഒരു ശക്തി ലഭിക്കുന്നതാകട്ടെ ഈ പരിശുദ്ധ നോമ്പ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.